ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. സ്നേഹം എന്ന പദം ഒരുപാട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെന്ന്. സോഷ്യൽ മീഡിയ പറയും സ്നേഹം പെർഫെക്റ്റ് റിലേഷൻഷിപ്പാണ്, പ്രകടിപ്പിക്കുന്നതാണ്, മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, നിബന്ധനകളുള്ളതാണ്, തിരികെ ലഭിക്കേണ്ടതാണ്. സെൽഫ് ലവിൻ്റെയും മീ സ്പേസിൻ്റെയും ഈ കാലത്ത് സ്നേഹിച്ചവർ തിരസ്കരിക്കുമ്പോഴും ആത്മാർത്ഥതയില്ലാതെ പെരുമാറുമ്പോഴും ഹൃദയജാലങ്ങൾ കൊട്ടിയടയ്ക്കുന്ന നമ്മെ മുള്ളുകളാൽ ചുറ്റപ്പെട്ട ക്രിസ്തുവിൻ്റെ തിരുഹൃദയം വെല്ലുവിളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ് നമ്മുടേത്. ആയിരക്കണക്കിന് കോണ്ടാക്ട്സ്, ഫോളോവേഴ്സ്, എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ്. എന്നിട്ടും പഠനങ്ങൾ പറയുന്നു പ്രായഭേദമന്യേ ഏകാന്തതയും ആത്മഹത്യയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നെന്ന്. കാരണം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് മനസ്സിലാക്കപ്പെടുന്നതിന് തുല്യമല്ല, ഫോളോ ചെയ്യപ്പെടുന്നത് സ്നേഹിക്കപ്പെടുന്നതിനും. അറിഞ്ഞും അറിയാതെയും ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാ. സക്സസ്ഫുൾ ആകാൻ, അട്രാക്റ്റീവ് ആകാൻ, അംഗീകരിക്കപ്പെടാൻ. നിന്റെ മൂല്യം തെളിയിക്കൂ എന്ന് ലോകം പറയുമ്പോൾ 99 ആടിനെയും വിട്ട് നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പുറകെ പോയ നല്ലിടയൻ്റെ തിരുഹൃദയ ഭാവം നമ്മോട് പറയുന്നു, നീ ഏറെ വിലപ്പെട്ടവനാണ്, മൂല്യമുള്ളവളാണ്. പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, സക്സസ്ഫുൾ ആയതുകൊണ്ടോ കുറവില്ലാത്തതുകൊണ്ടോ അല്ല. ഈ തിരുഹൃദയത്തിന് തൻ്റെ 4 വയസ്സുള്ള കുഞ്ഞു വരച്ച ചിത്രം പിക്കാസോയുടെ മാസ്റ്റർ പീസിനേക്കാൾ മനോഹരമെന്ന് തോന്നി ലിവിംഗ് റൂമിൻ്റെ ചുമരിൽ പ്രദർശിപ്പിച്ച അമ്മയുടെ മനസ്സായതുകൊണ്ടാണ്. ഈശോയ്ക്ക് നമ്മുടെ എഡിറ്റഡ് വേർഷൻ വേണ്ട. നമ്മുടെ സക്സസ്സിനേക്കാളും അച്ചീവ്മെൻറ്റ്സിനേക്കാളും അവൻ കാണുന്നതും സ്നേഹിക്കുന്നതും നമ്മുടെ ഫെയിലിയേഴ്സിനെയാണ്, നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെയാണ്, നമ്മുടെ വൾണറബിലിറ്റീസിനെയാണ്. എല്ലാവരും വിട്ടുപോയാലും കൂടെ ഉണ്ടാകുന്ന സ്നേഹം, ക്ഷമിക്കാൻ കാരണമില്ലാത്തപ്പോഴും ക്ഷമിക്കുന്ന സ്നേഹം, എത്ര അവഗണിച്ചാലും വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന സ്നേഹം, നമ്മുടെ മുഴുവൻ കഥയും അറിഞ്ഞിട്ടും ചേർത്ത് പിടിക്കുന്ന സ്നേഹം, അതാണ് തിരുഹൃദയം. ഈ ഹൃദയം ഇന്നും തുടിച്ചുകൊണ്ടിരിക്കുന്നു. മുറിവേറ്റവർക്കായി, ഏകാന്തത അനുഭവിക്കുന്നവർക്കായി, നമുക്ക് ഓരോരുത്തർക്കുമായി. തിരുഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെയും ചേർക്കാം. കൂടുതൽ സ്നേഹിക്കുന്നവരാകാം, ക്ഷമിക്കുന്നവരാകാം, പ്രത്യാശ നൽകുന്നവരാകാം.